ത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല? ആഗ്രഹമില്ലേ സന്തോഷിക്കണമെന്ന്? എന്താണ് സന്തോഷിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ വീടിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ധാരാളം പ്രതിബന്ധങ്ങൾ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നു. കൂരിരുൾ ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നടുവിൽ എങ്ങനെയാണ് ഉല്ലാസത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന സമയം പല ബാധകൾ ദൈവം അയച്ചു ജനത്തെ ഫറവോൻ വിടാനായിട്ട്. അവസാനത്തെ ബാധ ദൈവം അയക്കുക. ആ സമയത്ത് ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം അറുക്കപ്പെടണം. ആടുകളുടെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ഇന്ന് രാത്രി കുടില് തൊട്ട് കൊട്ടാരം വരെ മിസ്രൈമിൽ സംഹാരകൻ താണ്ഡവ നൃത്തമാടും. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടിന് രക്തം അടയാളമായിരിക്കണം. പഴയ നിയമത്തിലെ ആടിന്റെ രക്തം സംഹാരകന്റെ താണ്ഡവ നൃത്തം ആടലിനകത്തു നിന്ന് ദൈവത്തെ സേവിക്കുന്നതിന് ദൈവവൈതൻ അടയാളമായെങ്കിൽ 2000 വർഷം മുമ്പ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നിന്റെയും എന്റെയും വീടിന്റെ അടയാളം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമാകട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ലെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവം നിന്നോട് സംസാരിക്കുക. നിന്റെ കൂടാരത്തോടെ അനർത്ഥം അടുക്കാതെ വണ്ണം എന്റെ ദൈവം കാക്കുന്നത് നിന്റെ വീട് രക്തത്തിന്റെ അടയാളമുള്ളത് കൊണ്ട്. ദൈവമക്കൾ കൂടെ കൂടെ ഉച്ചരിക്കുന്ന ഒരു പദമാണ് യേശുവിന്റെ രക്തം. എബ്രായ ലേഖനകർത്താവ് വെളിപ്പെടുത്തുക, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാരക്തം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് രക്തം അടയാളമായിരിക്കട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും വാദപ്രതിവാദം നടത്തുന്ന പൈശാചിക തന്ത്രങ്ങളെ പൊട്ടിച്ചെറിയുന്ന വലിയൊരു ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കൂടാരത്തിന്മേൽ രക്തമടയാളമാകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ അടയാളം അവരുടെ കൂടാരത്തിന്മേൽ ഉണ്ടാകട്ടെ. രോഗങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ വീടിന് രക്തം അടയാളമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.